പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഹെബ്രായ 4:7. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ ദൈവമായ കർത്താവിൻ്റെ വചനം കേട്ട് തങ്ങളുടെ കഠിനമായ ഹൃദയങ്ങളെ എളിമപ്പെടുത്തിയപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുതകരമായ ശക്തി വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും വ്യാപരിച്ചതിൻ്റെ വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ ഈ സഗിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ അയച്ചു തന്നിട്ടുണ്ട്. അതിൽ 1-2 നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് ഷൈജി തോമസ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന സ്ഥലത്ത് താമസിക്കുന്നു. കഴിഞ്ഞ 5 മാസത്തോളമായി എനിക്ക് വയറിൻ്റെ ഒരു ഭാഗത്തും
നടുവിനും ശക്തമായ വേദന അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. തുടർന്ന് ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സ നടത്തുകയും യാതൊരു മാറ്റവുമില്ലാതെ വന്നതിൻ്റെ ഫലമായി CT സ്കാൻ നടത്താൻ ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തു. സ്കാൻ റിപ്പോർട്ടിൽ എനിക്ക് ഓവേറിയൻ സിസ്റ്റ് ആണെന്നും അത് 4 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു മുഴയാണെന്നും കണ്ടെത്തി. ഡോക്ടർമാർ പറഞ്ഞു, നമുക്ക് മരുന്നും ചികിത്സകളും തുടരാം. കുറേയധികം മരുന്നുകളും ചികിത്സകളും എനിക്ക് വേണ്ടി ചെയ്തു. പക്ഷേ എൻ്റെ വേദന വർദ്ധിക്കുകയും ഒരു യാത്രയ്ക്ക് പോലും നിവൃത്തിയില്ലാത്ത വിധം ഞാൻ തളരുകയും ചെയ്തു. ഈ സമയത്താണ് ഷാലോം ചാനലിലെ അഭിഷേക അഗ്നി പ്രോഗ്രാം പരിചയപ്പെടുന്നത്. അനേകം ആളുകൾ ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതും സൗഖ്യം പ്രാപിക്കുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനും ആ രാത്രി യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. പിന്നീട് തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ 4 സെൻറ്റിമീറ്ററോളം വഴുപ്പമുണ്ടായിരുന്ന ആ മുഴ ഗർഭപാത്രത്തിൽ കാണാനില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് അനേകം ആളുകൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതും അവർക്ക് സൗഖ്യങ്ങൾ ലഭിക്കുന്നതും അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതും കണ്ടപ്പോൾ ഷാലോം ചാനലിൻ്റെ മുമ്പിലിരുന്ന് ആ സഹോദരി പൊട്ടിക്കരഞ്ഞ് യേശുവിൻ്റെ നാമത്തെ വിളിച്ച് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ 4 സെൻറ്റിമീറ്ററോളം വലുപ്പമുണ്ടായിരുന്ന ഗർഭപാത്രത്തിലെ മുഴ അവിടെ കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടുത്തെ അത്ഭുത നാമത്തിൽ അവിടുന്ന് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന അങ്ങയുടെ വാത്സല്യ ഭാചനങ്ങളുടെ മേൽ ഈ നിമിഷങ്ങളിൽ ആത്മാവിനെ അയക്കണമേ. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 24-ാമത്തെ തിരുലിഖിതം, പശ്ചാത്തപിക്കുന്ന പാപിക്ക് തിരിച്ചു വരാനും ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാനും അവിടുന്ന് പ്രോത്സാഹനം നൽകുന്നു. പശ്ചാത്തപിക്കുന്ന പാപിക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകുന്നു. ചഞ്ചല ഹൃദയന് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകുന്നു. ഓ പിതാവേ, ഒരുപാട് കാലങ്ങളായി പാപത്തിൽ തകർന്ന ജീവിതങ്ങളെ ഈ നിമിഷങ്ങളിൽ അവിടുന്ന് സ്പർശിക്കണമേ. ഓ പിതാവേ, ചഞ്ചല ഹൃദയരായ മനുഷ്യര്, മനസ്സിന് ബലമില്ലാത്തവര്, ആത്മാവിൽ ദുർബലരായവര്, ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവര്, ഒരു കാര്യത്തിനും ഒരു മനസ്സുറപ്പില്ലാത്തവര്, അങ്ങയുടെ ചഞ്ചല ചിത്തരായ മക്കളെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. ചഞ്ചല ചിത്തരായ മക്കൾക്ക് പിടിച്ചു നൽകാൻ പ്രോത്സാഹനം നൽകുന്ന കർത്താവേ, ദുർബല ഹൃദയങ്ങളെയും ദുർബല മനസ്സുകളെയും ഇപ്പോൾ സ്പർശിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ മകനും ഓരോ മകളും കൈകൾ ഉയർത്തട്ടെ. യേശുള്ള വിശ്വാസം ദുർബലപ്പെട്ടു, പ്രാർത്ഥനാ ജീവിതത്തിൽ ദുർബലപ്പെട്ടു, ആത്മീയ കാര്യങ്ങളിൽ ബലക്ഷയം അനുഭവിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വചനം കേൾക്കുമ്പോൾ ഏകാഗ്രത കിട്ടുന്നില്ല, ദൈവിക കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു ബോധ്യമോ ഒരു ശക്തിയോ ഒരു അനുഭവമോ ലഭിക്കുന്നില്ല. ഹൃദയം കല്ലിച്ചു പോയി, ആത്മാവ് മരവിച്ചു പോയി, മനസ്സ് ദുർബലപ്പെട്ടു, ആത്മീയ കാര്യങ്ങളിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് പോയി. മകനെ, മകളെ, ഇന്ന് നിന്റെ മങ്ങിയ വിശ്വാസത്തെ, നിന്റെ മങ്ങിയ ആത്മീയ ജീവിതത്തെ ഒരു പുത്തൻ ജ്വാലയിലേക്ക് ഉയർത്താൻ നീ ആഗ്രഹിക്കുന്നുവോ? കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. അവിടുന്ന് ചഞ്ചല ചിത്തർക്ക് പിടിച്ചു നൽകാൻ പ്രോത്സാഹനം നൽകുന്ന കർത്താവാണ്. അത്ഭുതകരമായ വചനശക്തി വ്യാപരിക്കട്ടെ. തലമുറകളായുള്ള അന്ധകാര പീഡകൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഓ ദൈവമേ, മാറാ രോഗികളുടെ മേൽ അത്ഭുത ശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. ഓ ദൈവമേ, ഒരുപാട് കാലങ്ങളായി മാറി മാറി വരുന്ന തകർച്ചകൾ, ദുർമരണങ്ങൾ, അനർത്ഥങ്ങൾ, ആത്മഹത്യകൾ, അതിൻ്റെ ദുർബാധകളും ദുർപീഡകളും ഇപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ, കൈക്കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ഗർഭസ്ഥ ശിശുക്കളെ അനുഗ്രഹിക്കണമേ, ബാലിക ബാലന്മാരെ അനുഗ്രഹിക്കണമേ, യുവതി യുവാക്കന്മാരെ അനുഗ്രഹിക്കണമേ. ഇവർ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുർപീഡകളെയും എല്ലാ പിടിവാശി സ്വഭാവത്തെയും ദുർചിന്തകളെയും ദുർബുദ്ധിയെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ നിന്ന് ദുർബുദ്ധി യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹെബ്രായ 4:7, നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ മറ്റ് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത വിധം ദൈവം വളരെ പ്രകടമായി നമ്മുടെ കൺമുമ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
ദൈവം വളരെ ശക്തമായ പ്രവാചകന്മാരെ നമ്മുടെ ജീവിതത്തിൻ്റെ നവീകരണത്തിനും വിശുദ്ധീകരണത്തിനും മാനസാന്തരത്തിനും വേണ്ടി നമ്മുടെ ഇടയിലേക്ക് ഈ കാലഘട്ടത്തിൽ അവിടെ നിന്ന് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാലോം ചാനൽ പോലെയുള്ള ആത്മീയ സ്രോതസ്സുകളിലൂടെ, ആത്മീയ ചാനലുകളുടെയും മാധ്യമങ്ങളുടെയും ദൈവമായ കർത്താവ് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ ഇന്ന് ദൈവീകമായ ദൂതുകൾ നിരന്തരം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ടത്, എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ രക്ഷയ്ക്കും എൻ്റെ മാനസാന്തരത്തിനും എൻ്റെ ശക്തീകരണത്തിനും എൻ്റെ വിശുദ്ധീകരണത്തിനും വേണ്ടി ഇത്രമാത്രം പ്രകടമായി എൻ്റെ കൺമുമ്പിൽ പ്രവർത്തിക്കുമ്പോൾ, എൻ്റെ ജീവിതകാലത്ത് പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥിതി എന്താണ്? ഇതെല്ലാം കണ്ട് ഇതെല്ലാം കേട്ട് എൻ്റെ ഹൃദയം ഞാൻ കഠിനമാക്കുകയാണോ ചെയ്യുന്നത്? എൻ്റെ ഹൃദയം ഞാൻ കഠിനമാക്കുകയാണോ ചെയ്യുന്നത്? ഹൃദയം കഠിനമാക്കിയ ഒരു ദൈവ പൈതലിന്റെ സംഭവം ബൈബിളിൽ യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം അതിൽ 37-ാം അധ്യായം 36-37 തിരുലിഖിതങ്ങൾ. കർത്താവിൻ്റെ ഒരു ദൂതൻ അസീറിയക്കാരുടെ പാളയത്തിലേക്ക് കടന്ന് 1,85,000 പേരെ വധിച്ചു. അതിരാവിലെ ഉണർന്നപ്പോൾ അവരെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ടു. അപ്പോൾ അസീറിയ രാജാവായ സെന്നാകെരീബ് തിരിച്ചുപോയി നിനവയിൽ വസിച്ച്. എന്താ ഈ വചനത്തിന്റെ പശ്ചാത്തലം? അസീറിയ രാജാവായ സെന്നാകെരീബ് ലക്ഷക്കണക്കിന് വരുന്ന സൈന്യനിരകളുമായി ദൈവഭക്തനായ ഹെസക്കിയ രാജാവിനെ ആക്രമിക്കാൻ വേണ്ടി വന്നു. ഹെസക്കിയ രാജാവാകട്ടെ സൈന്യബലത്തിലോ കരബലത്തിലോ അല്ല വിശ്വസിച്ചത്. താൻ നിരന്തരം സേവിച്ചു പോന്ന തൻ്റെ സൃഷ്ടാവും പരിപാലകനുമായ ഇസ്രായേലിൻ്റെ ദൈവത്തിൽ വിശ്വസിച്ച ദൈവഭക്തനായ ഒരു ദൈവ പൈതലായിരുന്നു ഹെസക്കിയ രാജാവ്. ഈ ഹെസക്കിയ രാജാവ് ശത്രു സൈന്യനിരകൾ തൻ്റെ രാജ്യത്തിന് ചുറ്റും ഉപരോധം ഏർപ്പെടുത്തി തനിക്ക് ഇടം വലം തിരിയാൻ നിവൃത്തിയില്ലാത്ത വിധം തന്നെ ഞെരുക്കിക്കൊണ്ടിരുന്നപ്പോൾ ഹെസക്കിയ രാജാവിൻ്റെ ഹൃദയം ദുർബലപ്പെട്ടില്ല. ഹെസക്കിയ രാജാവിൻ്റെ മനസ്സ് ദുർബലപ്പെട്ടില്ല. അവൻ ദൈവത്തിങ്കിലേക്ക് തൻ്റെ ഹൃദയത്തെ ഉയർത്തി. അവൻ ദൈവത്തിങ്കിലേക്ക് തൻ്റെ ആശ്രയം വെച്ച് അവൻ ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചിട്ട് ജനത്തോട് പറയുന്നു, അല്ലയോ ജനമേ, നിങ്ങൾ ദുർബലരാകരുത്, നിങ്ങൾ മനസ്സ് തകരരുത്. തലമുറകളായി നമ്മുടെ കർത്താവിൽ പ്രത്യാശാർപ്പിച്ച ആരും നിരാശരായിട്ടില്ല. നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കും. ദൈവിക കാര്യങ്ങൾ പറഞ്ഞ് അവൻ തൻ്റെ ജനത്തിൻ്റെ ഹൃദയത്തെ ഉത്തേജിപ്പിച്ച്. എന്നാൽ സെന്നാകെരീബ് ആ ജനത്തോട് പറഞ്ഞു, ദൈവം നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ് ഹെസക്കിയ രാജാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അങ്ങനെയൊന്നും ദൈവം സഹായിക്കൊന്നുമില്ല. താൻ ബാധി ദൈവമായി. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നോക്കണം. ദൈവം തരേണ്ടത് ദൈവം തരും. ദൈവം രക്ഷിക്കും. ഇങ്ങനെ അങ്ങ് മുഴുവനും കണ്ണടച്ച് വിശ്വസിക്കൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഹെസക്കിയ രാജാവിന്റെ ജനങ്ങളെ ഇതാ ശത്രു രാജാവായ സെന്നാകെരീബ് ചക്രവർത്തി, അവിശ്വാസിയായ സെന്നാകെരീബ് ചക്രവർത്തി, നിരീശ്വരനായ സെന്നാകെരീബ് ചക്രവർത്തി, യുക്തിചിന്തകനായ സെന്നാകെരീബ് ചക്രവർത്തി, തൻ്റെ കഴിവിലും ശക്തിയിലും അമിതമായി നകളിക്കുന്ന അഹങ്കാരിയായ സെന്നാകെരീബ് ചക്രവർത്തി ഹെസക്കിയ രാജാവിൻ്റെ പ്രജകളെ തൻ്റെ വാദഗതികളിലേക്ക് മനസ്സ് തിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ പാവം ഹെസക്കിയ രാജാവ് അപ്പോഴും ആ ഞെരുക്കത്തിന് നടുവിലും താൻ ഇന്ന് വരെ ആരാധിച്ചു പോന്ന തൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ വേണ്ടി അവൻ ഞെരുക്കത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഞെരുക്കം അതിൻ്റെ മൂർധന്യത്തിലെത്തിയപ്പോൾ ദൈവം ഇടപെടുകയാണ്. ദൈവം സെന്നാകെരീബിൻ്റെ അഹങ്കാരം തകർക്കാൻ തന്നെ ദൈവം ഇടപെട്ടു. താൻ ഏത് ദൈവത്തെ ആശ്രയിച്ചോ ആ ദൈവം ഹെസക്കിയ രാജാവിന് വേണ്ടി ഇതാ സെന്നാകെരീബിൻ്റെ പാളയത്തിലേക്ക് ഇറങ്ങുകയാണ്. സെന്നാകെരീബിൻ്റെ പാളയത്തിൽ കടന്ന ദൈവം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് 1,85,000 സൈന്യനിരകളെ നിമിഷനേരം കൊണ്ട് വധിച്ച് നിലത്തിട്ട്. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ സെന്നാകെരീബ് ചക്രവർത്തി കണ്ടത് തൻ്റെ ശക്തരായ സൈന്യനിരകൾ ചലനമറ്റ് നിശ്ചലരായി നിലത്ത് കിടക്കുന്ന കാഴ്ചയാണ് ചക്രവർത്തിയായ സെന്നാകെരീബ് കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു പകർച്ചവ്യാധി വന്ന് മരിച്ചതല്ലെന്നും ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണെന്നും സെന്നാകെരീബിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. എന്താ കാരണം? ഈ സംഭവം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ
ദൈവം തൻ്റെ പ്രവാചകനായ യേശയ്യാ പ്രവാചകനെ സെന്നാക്കെരൂബ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് അയച്ചിട്ടുണ്ട്. സെന്നാക്കെരൂബ് ചക്രവർത്തി അടുത്തിയെന്ന് യേശയ്യാ പ്രവാചകൻ ദൈവത്തിന് ദൂത് അറിയിച്ചു. നീ എന്നോട് കോപിക്കുന്നതും നിന്റെ അഹങ്കാരം എൻ്റെ നേരെ തിരിച്ചു വെച്ചിരിക്കുന്നതും ഞാൻ അറിയുന്നത് കൊണ്ട് എൻ്റെ കൊളുത്ത് നിന്റെ മൂക്കിലും എൻ്റെ കടിഞ്ഞാൻ നിന്റെ വായിലും ഇട്ട് വന്ന വഴിക്ക് തന്നെ ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞ് യേശയ്യാ പ്രവാചകനെ ദൈവം സെന്നാക്കെരൂബിന്റെ പാളയത്തിലേക്ക് അയച്ചിട്ട് ദൈവിക ദൂത് അറിയിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതാ യേശയ്യാ ഇടിമുഴക്കത്തിന്റെ സ്വരത്തിൽ ദൈവത്തിന്റെ ദൂത് മായമില്ലാതെ കറയില്ലാതെ ഉള്ളതുപോലെ സെന്നാക്കെരൂബ് ചക്രവർത്തിയുടെ മുമ്പിൽ ചെന്ന് നിർഭയം വിളിച്ചു പറഞ്ഞു. പക്ഷേ അവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞില്ല, അവൻ ദൈവത്തിന്റെ ശക്തിയിലേക്ക് തിരിഞ്ഞില്ല, അവൻ വിശ്വാസത്തിലേക്ക് തിരിഞ്ഞില്ല, അവൻ ദൈവ മാർഗത്തെ അംഗീകരിച്ചില്ല. അവന്റെ നാശവഴിയെ അവൻ മുറുകെ പിടിച്ചു നിന്നു. അവന്റെ നാശവഴിയിൽ കൂടെ തന്നെ അവൻ മുമ്പോട്ട് പോയി. ദൈവത്തിന്റെ ഇടപെടലുകളെ അവൻ അംഗീകരിച്ചില്ല, അവൻ അതിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചില്ല. ദൈവത്തിന്റെ ദൂതിന്റെ മുമ്പിൽ അവൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കി. വീണ്ടും ദൈവത്തിന്റെ ശക്തമായ അത്ഭുത ശക്തി ആ ദേശത്തിന്റെ മേൽ പ്രവഹിച്ച് 1,85,000 സൈനികരകൾ മരിച്ചു വീണു. ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തി അവന് വേണ്ടി അവന്റെ കൺമുമ്പിലുണ്ടായി. പക്ഷേ അപ്പോഴും സെന്നാക്കെരൂബ് അനുതപിക്കുന്നില്ല, സെന്നാക്കെരൂബ് മനസ്സ് എളിമപ്പെടുത്തുന്നില്ല, സെന്നാക്കെരൂബ് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. സെന്നാക്കെരൂബ് തൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിച്ച് തൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തണം, തൻ്റെ നടപ്പിൽ വ്യത്യാസം വരുത്തണം, തൻ്റെ നോട്ടത്തിൽ വ്യത്യാസം വരുത്തണം, തൻ്റെ കാഴ്ചപ്പാടിൽ വ്യത്യാസം വരുത്തണം, തൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ വ്യത്യാസം വരുത്തണം, തൻ്റെ മാർഗത്തെ വ്യത്യാസപ്പെടുത്തണം എന്ന് സെന്നാക്കെരൂബ് ചിന്തിക്കുന്നേയില്ല. അവൻ തൻ്റെ നാശവഴികളെ മുറുകെ പിടിച്ച്, അവൻ തൻ്റെ നാശകരമായ ആശയങ്ങളെ മുറുകെ പിടിച്ച് അവൻ്റെ അഹങ്കാരത്തിൽ തന്നെ മുമ്പോട്ട് പോവുകയാണ്. അവൻ പോയിട്ട് അവൻ്റെ തലസ്ഥാന നഗരിയായ നിനവയിൽ പോയിട്ട് അവൻ വസിക്കുകയാണ്. അവൻ ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല, അവൻ നീതിയുടെ മാർഗത്തെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. തൻ്റെ ജീവിതത്തിൽ പതി തെറ്റെന്താണ്, താൻ എന്താണ് തൻ്റെ ജീവിതത്തിൽ പതി തെറ്റ്, എവിടെയാണ് തനിക്ക് തെറ്റുപറ്റിയത്, എവിടെന്തൊട്ടാണ് ഞാൻ വഴിതെറ്റിയത് എന്നൊന്നും അവൻ ചിന്തിക്കുന്നില്ല. അവന് ദൈവത്തിൻ്റെ ദൂതനെ ലഭിച്ച് അവൻ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കണ്ട്, പക്ഷേ അവൻ ദൈവമാർഗത്തിലേക്ക് തിരിയുന്നില്ല. അവൻ ഹൃദയം കഠിനമാക്കിയ ഒരു ദൈവ പൈതലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് എന്താണ് സംഭവിക്കുന്നത്? വചനം പഠിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചന പുസ്തകം 37-ാം അധ്യായം അതിൽ 38-ാമത്തെ തിരുലിഖിതം. അവൻ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ അവനെ പുത്രന്മാരായ അദ്രമേലെക്ക്, ശരേസർ എന്നിവർ ചേർന്ന് വാളുകൊണ്ട് വധിച്ചിട്ട് അറാറാത്തിന്റെ ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. അവന് പകരം പുത്രനായ യസാർഹദോൻ ഭരണമേറ്റു. നോക്കുക, സ്വന്തം പുത്രന്മാർ അവനെ കത്തികൊണ്ട് കുത്തിപ്പിളർന്ന് അവന്റെ ചോര ധാരധാരയായി ഒഴുകാൻ, അവന്റെ ചോര ഈ ഭൂമി കുടിക്കാൻ തക്കവണ്ണം അവന്റെ ജീവിതത്തിൽ ഒരു ദുരന്തം അവന്റെ അടുത്തേക്ക് വരികയാണ്. സ്വന്തം മക്കൾ അവനെ കുത്തിപ്പിളർന്ന് നിലത്തിട്ടിട്ട് അവർ ഓടി രക്ഷപ്പെട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ നോക്കുക, സ്വന്തം മക്കൾ അവനെ കുത്തിപ്പിളർന്ന് അവൻ ഈ ലോകം വിട്ടു പോകുന്നത് വരെ അവൻ ദൈവത്തിലേക്ക് തിരിയാനോ, തൻ്റെ മാർഗത്തെ വ്യത്യാസപ്പെടുത്താനോ, ദൈവിക സന്തോഷം അനുഭവിക്കാനോ, ദൈവത്തിൻ്റെ ശക്തി അംഗീകരിക്കാനോ അവന് ഭാഗ്യം ലഭിച്ചില്ല. ദൈവത്തെ അറിയാൻ കഴിയാതെ പോയ ഹതഭാഗ്യനായ ഒരു മനുഷ്യൻ, ഹതഭാഗ്യനായ ഒരു മനുഷ്യൻ്റെ ജന്മം. പ്രിയ ദൈവവൈതലേ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവത്തിൻ്റെ ദൂത് എത്രയോ തവണ നീ കേട്ട്? നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തികൾ എത്രയോ തവണ നീ കണ്ട്? എന്നെങ്കിലും നിന്റെ ഹൃദയം എളിമപ്പെടുത്തി ദൈവത്തിലേക്ക് തിരിയാൻ പറ്റിയോ? എന്നെങ്കിലും സ്വന്തം പ്രവൃത്തിയെക്കുറിച്ച് പശ്ചാത്തപിച്ച് അനുദപിക്കാനോ ദൈവത്തിലേക്ക് തിരിയാനോ കഴിഞ്ഞോ? ഈ സംഭവിക്കുന്ന പ്രവൃത്തികളുടെ എല്ലാം, ഈ കേൾക്കുന്ന ദൂതുകളുടെ എല്ലാം പിന്നിലുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്? ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഹൃദയത്തെ എളിമപ്പെടുത്തി ദൈവമായ കർത്താവിലേക്ക് തിരിഞ്ഞ് യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടണമെന്നുള്ളതല്ലേ? നിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എത്ര ആയിരക്കണക്കിന് വ്യക്തികളിൽ നിന്ന് നീ കേട്ടു, എത്ര ആയിരക്കണക്കിന് സംഭവങ്ങളിൽ നിന്ന് നീ മനസ്സിലാക്കി. നിന്റെ പിതാവായ ദൈവം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എത്രയോ ശക്തമായ പ്രവൃത്തികൾ ചെയ്ത്, എന്നെങ്കിലും നീ നിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കാനോ അനുദപിക്കാനോ തിരിച്ചു വരാനോ നീ മനസ്സ് വെച്ചിട്ടുണ്ടോ? നിന്റെ നാശവഴിയെ തന്നെയാണ് നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതാ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ അറിയിക്കുകയാണ്, നിന്റെ ഈ നടപ്പിൽ ദൈവത്തിന്റെ മനസ്സ് ദുഃഖിക്കുകയാണ്, നിന്റെ ഈ നടപ്പിൽ ദൈവത്തിന്റെ മനസ്സ് വേദനിക്കുകയാണ്. നിന്നെ ഓർത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇതാ ദൈവമായ കർത്താവ് പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ.
പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. ഒരു സംഭവം കാണുമ്പോൾ, ഒരു വാർത്ത കേൾക്കുമ്പോൾ, ഒരു സുവിശേഷദൂത് കേൾക്കുമ്പോൾ എൻ്റെയും നിൻ്റെയും പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് തിരുത്താനുണ്ടോ? ഞാൻ ഇങ്ങനെ പോയാൽ മതിയോ? എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഈ സംഭവം കൊണ്ട് ആഗ്രഹിക്കുന്ന എന്താണ്? ഹൃദയത്തെ എളിമപ്പെടുത്തി, ഹൃദയത്തെ നന്നായിട്ട് എളിമപ്പെടുത്തി ദൈവമാർഗത്തിലേക്ക് തിരിയുക. ഇത് എൻ്റെയും നിൻ്റെയും സകല മർത്യരുടെയും ഡ്യൂട്ടിയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മറ്റൊരു സംഭവം ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. അത് മത്തായിയുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിലാണ്. ജെറൂസലേമിൽ ഹേറോദോസ് എന്നൊരു വീരൻ ഇതാ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതാ 3 ജ്ഞാനികൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ 3 ജ്ഞാനികൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവ് ഒരാൾ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു, അവൻ എവിടെയാണ് ജനിച്ചിരിക്കുന്നത്? ഇത് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഹേറോദോസിന്റെ ഹൃദയം അസ്വസ്ഥമായി, അവനോടൊപ്പം ജെറൂസലം മുഴുവനും അസ്വസ്ഥമായി. ഹേറോദോസിന് സന്തോഷമല്ല ഉണ്ടായത്. ജെറൂസലം എന്ന് പറഞ്ഞാൽ ഹേറോദോസിന്റെ കൊട്ടാരത്തിലുള്ള ഭരണകൂടത്തിന് സന്തോഷമല്ല ഉണ്ടായത്. ആ ഭരണകൂടം മുഴുവൻ അസ്വസ്ഥമായി എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. ഒരു ദൈവിക നന്മ കാണുമ്പോൾ സന്തോഷമല്ലേ ഉണ്ടാകേണ്ടത്? ദൈവത്തിൻ്റെ ഇടപെടൽ കാണുമ്പോൾ സന്തോഷമല്ലേ ഉണ്ടാകേണ്ടത്? എൻ്റെ പ്രിയ പൈതലേ, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്. എൻ്റെയും നിങ്ങളുടെയും ഹൃദയം കഠിനമാണെങ്കിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഹൃദയം അസ്വസ്ഥമാകും. ദൈവത്തിൻ്റെ ഇടപെടൽ കാണുമ്പോൾ ഹൃദയം വികാരം കൊണ്ട് പ്രക്ഷോഭിതമാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിൽ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പഠിപ്പിക്കുകയാണ്, യേശു ജനിച്ചു എന്നറിഞ്ഞപ്പോൾ ഹേറോദോസും ജെറൂസലം മുഴുവനും അസ്വസ്ഥമായി. ഉടനെ ആ ജ്ഞാനികൾക്ക് വേണ്ടി ഈ ഹേറോദോസ് ജെറൂസലേമിലെ എല്ലാ തരത്തിലുള്ള നിയമജ്ഞന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു, യഹൂദന്മാർ രാജാവായി ജനിക്കാൻ ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്? ഉടനെ അവർ ഒരു വരവണ്ണം തെറ്റാതെ കൃത്യമായി പറഞ്ഞു, അവൻ ബത്ലഹേമിലാണ് ജനിക്കാനിരിക്കുന്നത് എന്നവർ പറഞ്ഞു. കാരണം വചനം അവർക്ക് കാണാതെ അറിയാം, ദൈവത്തിൻ്റെ അരുളപ്പാട് അവർ കാണാതെ അറിയാം. കൃത്യമായിട്ട് പറഞ്ഞു ബത്ലഹേമിൽ. പക്ഷേ യേശു ക്രിസ്തു ബത്ലഹേമിലാണ് ജനിച്ചിരിക്കുന്നത് അറിഞ്ഞിട്ട് ആരാധിക്കാൻ വേണ്ടി ആ ജ്ഞാനികളെ പ്രമാണികളെ പോണത് കണ്ടില്ല. ആ ഹേറോദോസിന് ഇറങ്ങി പോണത് കണ്ടില്ല. അവൻ ഹൃദയം വെളിപ്പെടുത്തുന്നത് കണ്ടില്ല. അവൻ തൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ അന്വേഷിക്കാൻ വേണ്ടി ഒന്ന് മനസ്സ് വെക്കുന്നത് നമ്മൾ കാണുന്നില്ല. എന്നാൽ ആ പാവജ്ഞാനികൾ, ആ 3 ജ്ഞാനികൾ, അവർ പുറപ്പെട്ടു ചെന്ന് യേശു ക്രിസ്തുവിനെ ആരാധിച്ച്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദൂതന്റെ അടിക്കിരയായി ഹേറോദോസ് അന്ത്യശ്വാസം വലിക്കുന്നത് വരെ അവന് കർത്താവിനെ ആരാധിക്കാൻ കഴിഞ്ഞില്ല. അവന് കർത്താവിൻ്റെ രക്ഷ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ കാതുകളിൽ വന്ന് വ്യക്തമായിട്ട് പറഞ്ഞു ബത്ലഹേമിൽ ജനിക്കുന്നു. അവനൊരു പക്ഷേ അന്വേഷിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഉദാസീനം വന്നെങ്കിൽ ഈ 3 ജ്ഞാനികളെ ദൈവം അവൻ്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. ആ ജ്ഞാനികൾ പറഞ്ഞു, ഇതാ യേശു ജനിച്ചു കഴിഞ്ഞു, വരിക പോകുക. ഇത് ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നു. എന്നാൽ ഹേറോദോസിന് അതിന് സാധിച്ചില്ല. ദൈവത്തിൻ്റെ ഒരു പദ്ധതി അവൻ വഴി അവൻ ആ സമയത്ത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിക്ക് വേണ്ടി അവൻ്റെ ഹൃദയം അവൻ അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഇതുപോലെ ഒരുപാട് പേര് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടിട്ട്, ഈ കാലഘട്ടത്തിൽ ദൈവം അവരുടെ മുമ്പിൽ കൺമുമ്പിൽ പ്രകടമായി ഇടപെട്ടിട്ട്, ദൈവം അവർക്ക് വെളിച്ചം കൊടുത്തിട്ട് അതിന് നേരെ സ്വമനസ്സ ഹൃദയം കഠിനമാക്കുന്നത് നമുക്ക് ഇന്ന് ചുറ്റിലും കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 36-ാം അധ്യായത്തിൽ 26-ാമത്തെ തിരുലിഖിതം എസെക്കിയേൽ 36:26 വചനം പഠിപ്പിക്കുന്നു, ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും, ഒരു പുതു ചൈതന്യം ഞാൻ നിങ്ങൾ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാതുല്യമായ ഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു പുത്തൻ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. എസെക്കിയേൽ 36:26. ദിനവൃത്താന്തത്തിന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 9-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, തൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ അവിടുത്തെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ നാളുകളായി ഓരോ സംഭവങ്ങളുടെയും സാഹചര്യങ്ങളിലൂടെയും ജീവിതാനുഭവങ്ങളിലൂടെയും
കല്ലിച്ചു പോയ, കഠിനമായി പോയ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് അങ്ങയുടെ അത്ഭുതകരമായ ശക്തി പ്രവഹിക്കട്ടെ. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പറ്റാത്ത വിധം അടഞ്ഞുപോയ, കല്ലിച്ചു പോയ ഹൃദയങ്ങളിലേക്ക് അത്ഭുതകരമായ അഭിഷേക ശക്തി, അഭിഷേകത്തിൻ്റെ അഗ്നി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചീത്ത കൂട്ടുകെട്ടുകളിലൂടെ, മദ്യപാനത്തിലൂടെ, ജഡിക ഭാവത്തിലൂടെ, ദ്രവ്യാഗ്രഹത്തിലൂടെ, അധികാരമോഹങ്ങളിലൂടെ, ലൗകിക വ്യഗ്രതയിലൂടെ, സുഖലോലുപതയിലൂടെ, ഈ ലോകത്തിന്റെ കൂട്ടുകെട്ടുകളിലൂടെ, ഈ ലോകത്തിന് മിത്രമായി ദൈവിക കാര്യങ്ങൾക്ക് കഴിവില്ലാത്ത വിധം ദൈവിക കാര്യങ്ങളിൽ വന്ധ്യമായി പോയ ഹൃദയങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ അഭിഷേകത്തിന്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ അത്ഭുത വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുറപ്പാടിൻ്റെ പുസ്തകം 14 അധ്യായം 14 തിരുലിഖിതം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. രോഗങ്ങൾ, ഒരുപാട് തരത്തിലുള്ള മനപ്രയാസങ്ങൾ, ഹൃദയം ചഞ്ചലചിത്തമായിരിക്കുന്ന അവസ്ഥ, എത്ര ശ്രമിച്ചിട്ട് ജോലി കിട്ടുന്നില്ല, പഠന മേഖലകളിൽ തടസ്സങ്ങൾ, കൂടെ രോഗങ്ങൾ വരുന്ന കുട്ടികൾ, എല്ലാവരും കർത്താവിലേക്ക് കരങ്ങൾ ഉയർത്തട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും കരങ്ങൾ ഉയർത്തട്ടെ. കുടുംബനാഥന്മാർ, കുടുംബനാഥകൾ കർത്താവിലേക്ക് കരങ്ങൾ ഉയർത്തി അവിടുത്തെ പരിശുദ്ധ നാമത്തെ ഉറക്കെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഓ ദൈവമേ, ഇപ്പോൾ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള അന്ധകാരത്തിൻ്റെ കോട്ടകളും തകരട്ടെ കർത്താവേ. ദുർബല ഹൃദയങ്ങൾ ഇപ്പോൾ ശക്തി പ്രാപിക്കട്ടെ. മനപ്രയാസത്തിലിരിക്കുന്ന കുടുംബങ്ങളിൽ മനപ്രയാസ പീഡകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൻ്റെ അത്ഭുതങ്ങൾ ലോകമെങ്ങും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. കരഞ്ഞ് നിലവിളിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്ക് മനുഷ്യ ബുദ്ധിക്ക് അഗ്രാഹ്യമാം വിധമുള്ള ദൈവിക ഇടപെടലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. മക്കളില്ലാത്ത കുടുംബങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത കരുണ വ്യാപരിക്കട്ടെ കർത്താവേ. കഠിന ശാപത്തിലും പാപത്തിലും രോഗത്തിലും മരണഭയത്തിലിരിക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ കെട്ടുകാഴ്ച വിടുവിക്കുന്നു. വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.